WDS-6 ക്ലാസിനെ പരിചയപ്പെടാം. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാന ഭാഗമായ WDS-6 36518 എന്ന ഡീസൽ ലോക്കോമോട്ടീവിനെക്കുറിച്ചാണ് നമുക്ക് അധികം പരിചിതമല്ലാത്ത, എന്നാൽ റെയിൽവേയുടെ പ്രവർത്തനത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു യന്ത്രമാണിത്. WDS-6 ക്ലാസിനെ പരിചയപ്പെടാം. WDS-6 എന്ന പേര് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ആദ്യം നോക്കാം. D ഡീസൽ, S ഷണ്ടിംഗ്, 6 ആറാം തലമുറ. ഷണ്ടിംഗ് എന്നാൽ ഒരു യാർഡിലോ സ്റ്റേഷനിലോ ട്രെയിനുകളെയും ബോഗികളെയും അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റുന്ന പ്രവർത്തനമാണ്. വലിയ ട്രെയിനുകൾക്ക് ഇത് ചെയ്യാൻ പ്രയാസമാണ്. അതിനാൽ ഈ ചെറിയ എന്നാൽ വളരെ ശക്തിയേറിയ ലോക്കോമോട്ടീവുകൾ ഈ ജോലി ഭംഗിയായി ചെയ്യുന്നു. 36518 എന്ന ലോക്കോമോട്ടീവ് ഈ ക്ലാസ്സിലെ ഒരു പ്രത്യേക ലോക്കോമോട്ടീവാണ്. നമ്പർ 36518. ഇതിന് അതിൻ്റേതായ ഒരു ചരിത്രമുണ്ട്. ഈ ലോക്കോമോട്ടീവ് നിർമ്മിച്ചത് വാരണാസിയിലെ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് DLW ആണ്. ഇതിന്റെ ശക്തിയുടെ രഹസ്യം അതിലുപയോഗിച്ചിട്ടുള്ള ആൽക്കോ 251D എന്ന 6 സിലിണ്ടർ എഞ്ചിനാണ്. ഇത് ഏകദേശം 1400 കുതിരശക്തി ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇന്ത്യൻ റെയിൽവേയിൽ പല ഷെഡുകളിലായി ഇത് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ ഗോൾഡൻ റോക്ക്, ഈറോഡ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. പ്രാധാന്യം: WDS-6 ലോക്കോമോട്ടീവുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു നട്ടെല്ല് തന്നെയാണ്. ഇവയില്ലായിരുന്നെങ്കിൽ റെയിൽവേ യാർഡുകളിലെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കില്ലായിരുന്നു. ട്രെയിനുകളുടെ സമയക്രമം പാലിക്കുന്നതിലും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും ഇവയുടെ പങ്ക് വളരെ വലുതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ ലോക്കോമോട്ടീവുകളെ ശ്രദ്ധിക്കണമെന്നില്ല. എന്നാൽ ഓരോ യാത്രയ്ക്കും പിന്നിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഈ യന്ത്രങ്ങൾക്കും അവയെ നിയന്ത്രിക്കുന്ന ജീവനക്കാർക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ ലോക്കോമോട്ടീവുകളുടെ ചരിത്രവും WDS-6 36518 എന്ന ഡീസൽ ലോക്കോമോട്ടീവിന് കേരളവുമായുള്ള ബന്ധം വളരെ വലുതാണ്. കേരളത്തിലെ ഇതിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. ഷെഡിന്റെ ചരിത്രം: ഈ ലോക്കോമോട്ടീവ് പ്രധാനമായും സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡിലാണ്. ED കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേ സോണിലെ ഒരു പ്രധാന ഷെഡാണ് ഇത്. അതിനാൽ കേരളത്തിലെ പ്രധാന റെയിൽവേ ലൈനുകളിലും യാർഡുകളിലും ഈ ലോക്കോമോട്ടീവ് സാധാരണ കാഴ്ചയായിരിക്കും. കൂടാതെ ഗോൾഡൻ റോക്ക് ഡീസൽ ലോക്കോ ഷെഡിലും GOCD ഇതിന് സേവന ചരിത്രമുണ്ട്. കണ്ടെത്തിയ സ്ഥലങ്ങൾ: റെയിൽവേ പ്രേമികൾ നൽകിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് WDS-6 36518 കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂരിൽ ക്യാൻ ഇത് ഇലക്ട്രിഫിക്കേഷൻ, ചരക്ക് നീക്കം തുടങ്ങിയ വകുപ്പ് ജോലികൾക്കായി ഉപയോഗിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷണ്ടിംഗ് പ്രവർത്തനങ്ങൾ: WDS-6 ക്ലാസ് ലോക്കോമോട്ടീവുകൾ പൊതുവെ തിരുവനന്തപുരം സെൻട്രൽ TVC, എറണാകുളം ജംഗ്ഷൻ ERS എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഷണ്ടിംഗ് ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ചുരുക്കത്തിൽ WDS-6 36518 കേരളത്തിൽ മാത്രമായി ഉപയോഗിച്ച ഒരു ലോക്കോമോട്ടീവ് അല്ലെങ്കിലും ഇതിന്റെ ഷെഡ് അസൈൻമെന്റുകളും കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങളും കാരണം കേരളവുമായി ഇതിനടുത്ത ബന്ധമുണ്ട്. ഷണ്ടിംഗ്, മറ്റ് വകുപ്പുതല ജോലികൾ എന്നിവയാണ് പ്രധാനമായും ഇത് കേരളത്തിൽ ചെയ്തിരുന്നത്. ഇത് റെയിൽവേയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതും എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്തതുമായ ഒരു പ്രധാന ഭാഗമാണ്.